الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم التائبون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികൾ പരസ്പരം കണ്ടാൽ ഹൃദയത്തിൽ തട്ടി പരസ്പരം അറിഞ്ഞും അറിയാതെയും പറഞ്ഞു പോകുന്ന ചില വാചകങ്ങളുണ്ട്. അതിലൊന്നാണ് ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. ഇത് വെറുതെ ഉപചാരങ്ങൾക്ക് വേണ്ടി പറയുന്നതല്ല, മറിച്ച് ഒരു നല്ല മരണത്തെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ബോധപൂർവം പറയും, ചിലപ്പോൾ സ്വാഭാവികമായും ഒരാഗ്രഹം എന്നുള്ള നിലക്ക്, പ്രത്യേകിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് ജീവിക്കുന്ന സ്വന്തം കുടുംബക്കാരോടും അല്ലാത്തവരോടുമെല്ലാം പറയുന്ന കാര്യമാണ്. അതിലൊരു സന്തോഷമുള്ളത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ മരണമുണ്ടെന്നും മരണാനന്തരം ജീവിതമുണ്ടെന്നുമുള്ള ആ ഒരു ഉറപ്പിൽ നിന്നാണ് ഇത്തരം ദുആ ചെയ്യാനുള്ള വസിയ്യത്തുകൾ പുറത്തു വരുന്നത്. ഈമാനോടുകൂടി ഈ ലോകത്തോട് വിട പറയുന്ന വിശ്വാസിനികളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു തൗബയിലെ 111-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തം ശരീരത്തെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി വിറ്റ ആളുകളെ കുറിച്ച് പറയുന്നിടത്ത് അവരുടെ 8 പ്രത്യേകതകൾ 112-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ആ പ്രത്യേകതകൾ മുഴുവൻ പറയാൻ നമുക്ക് സമയമില്ല. അതിലേറ്റവും പ്രധാനമാണ് അത്തായിബൂൻ, തൗബ ചെയ്യുന്നവർ, പശ്ചാത്തപിച്ചു മടങ്ങുന്നവർ, തെറ്റ് ചെയ്യാത്തവർ മനുഷ്യരല്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തെറ്റു ചെയ്യുന്ന മനുഷ്യരിലെ ഏറ്റവും ഉത്തമർ അതിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ്. അപ്പോൾ മനുഷ്യനിൽ വന്നു പോകാവുന്ന ഒന്നാണ് നന്മയിലേക്കും തിന്മയിലേക്കും വഴി കാണിച്ചു കൊടുത്തതിന് സ്വാതന്ത്ര്യം റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ, ഒന്നുകിൽ നന്ദിയുള്ളവരായി അല്ലെങ്കിൽ നന്ദി കെട്ടവരായി ജീവിക്കാൻ നാം മനുഷ്യന് മാർഗം കാണിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യത്തിൽ ഒന്ന് അശ്രദ്ധമായാൽ മനുഷ്യൻ തിന്മയിലെത്തി, കണ്ണും മനസ്സും പ്രവർത്തനങ്ങളും ഒക്കെ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർഗം റബ്ബ് നമുക്ക് നൽകും. നമ്മുടെ ശരീരത്തെയും നമ്മുടെ സമ്പത്തിനെയും പടച്ചോന് കൊടുക്കണം. അങ്ങനെയുള്ള ആളുകളുടെ ഒന്നാമത്തെ പ്രത്യേകത അത്തായിബു, നമസ്കാരം എന്ന് പറയുന്ന സുപ്രധാനമായി ഇബാദത്ത് കഴിഞ്ഞ ഉടനെ എന്താ പറയുക? അസ്തഗ്ഫിറുല്ലാഹ്.
നിസ്കരിച്ചിട്ടായി പറയുന്നത്. 3 പ്രാവശ്യം അത് പറഞ്ഞിട്ടാണ് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം എന്ന ദിക്റിലേക്ക് പ്രവേശിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 പ്രാവശ്യം എന്ന് ഒരു റിപ്പോർട്ടിലും 70 പ്രാവശ്യം എന്ന് മറ്റു റിപ്പോർട്ടിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ തേടാറുണ്ടായിരുന്നു, ഇസ്തിഗ്ഫാർ നടത്താറുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 തെറ്റ് ചെയ്തു എന്നല്ല, 70 തെറ്റ് ചെയ്തു എന്നുമല്ല. മറിച്ച് ഒരു തെറ്റും ചെയ്യാത്ത വന്നുപോയ മാനുഷികമായ അബദ്ധങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്ത റസൂലുള്ള പോലും 100 പ്രാവശ്യം അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ തേടുന്നുണ്ടെങ്കിൽ അവിടുത്തെ അനുയായികൾ എത്രമാത്രം ഇസ്തിഗ്ഫാറിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ്. രാത്രി നമസ്കാരത്തിന് എഴുന്നേൽക്കുന്ന സന്ദർഭത്തെക്കുറിച്ച് പറഞ്ഞിടത്തും കാണാം അവിടെ ഇസ്തിഗ്ഫാറാണ് ഏറ്റവും പ്രധാനം. വബില്ലസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുമ്പോ എനിക്കും നിങ്ങൾക്കും ചെയ്യാനുള്ള കാര്യം വബില്ലസ്ഹാർ, സുഹൂറിന്റെ സമയം, അത്തായത്തിന്റെ സമയം. റമളാനിലാണെങ്കിൽ നിർബന്ധമായ നോമ്പ്, അല്ലാത്ത ദിവസങ്ങളിൽ സുന്നത്തുകളായ നോമ്പുകളൊക്കെ നോൽക്കാൻ നമ്മൾ എഴുന്നേൽക്കുന്ന സമയമാണ് അസ്ഹാർ. ആ സുഹൂറിന്റെ സന്ദർഭത്തിൽ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ തേടുന്നവരാണ്. അപ്പൊ രാവിലെ നമ്മൾ എഴുന്നേറ്റാൽ നമുക്ക് ആരും കാണാതെ റബ്ബിനോട് പടച്ചോനെ പൊറുക്കണേ എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റാൽ ഒരു 5 മിനിറ്റ് എഴുന്നേറ്റ് പോയല്ലോ, 1 മണിക്കൂർ എഴുന്നേറ്റ് അൽഹംദുലില്ലാഹ്, 1 മണിക്കൂർ മുമ്പ് 4 മണിക്ക് എഴുന്നേറ്റ് കിട്ടിയല്ലോ, 4:30 മണിക്ക് എഴുന്നേറ്റ് കിട്ടിയല്ലോ. നേരെ എഴുന്നേറ്റ് നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഇപ്പോൾ കിടന്നത് ബെഡിലാണെങ്കിൽ നാളെ നമ്മൾ കിടക്കാനുള്ളത് ഖബറിലാണ്. ആ കിടത്തം നന്നാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ കിടത്തം നന്നാകാൻ നമ്മൾ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചെയ്തു പോയ പാപങ്ങൾക്ക് പാപമോചനം തേടണം. കാരണം ഒരു തെറ്റിനുള്ള ശിക്ഷ പോലും ഏൽക്കാനുള്ള കഴിവ് എനിക്കും നിങ്ങൾക്കുമില്ല. വൃത്തികെട്ട സ്വഭാവമായ പുകവലിക്കാരൻ ആ പുകവലിക്കുന്ന ബീഡിയോ സിഗരറ്റോ നമ്മുടെ ശരീരത്തിൽ വെച്ചാൽ റിഫ്ലക്സ് ആക്ഷൻ, നമ്മൾ വലിച്ചു കളയും. നമുക്ക് ആ ചൂട് പോലും താങ്ങാൻ കഴിയില്ലെങ്കിൽ ഇവിടെയുള്ള ഏറ്റവും വലിയ ചൂടിന്റെ 69 ഇരട്ടി എന്നൊരു റിപ്പോർട്ടിലും 70 ഇരട്ടി എന്ന് മറ്റൊരു റിപ്പോർട്ടിലും അതാണ് നരകത്തിലെത്തി. ഈ മഴ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ സമയത്തൊന്ന് പുറത്തിറങ്ങി എത്ര സമയം നമ്മൾ നിൽക്കും? വെയിൽ താങ്ങാൻ നമുക്ക് കഴിയുമോ? എങ്കിൽ ആ സൂര്യനെ സൃഷ്ടിച്ച റബ്ബാണ് സഹോദരി സഹോദരന്മാരെ നരക സൃഷ്ടിച്ചു എന്ന് വിശുദ്ധ ഖുർആനും തിരു ഹദീസും നമുക്ക് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് എത്താൻ നമുക്ക് കഴിയില്ല, നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് നരകരക്ഷയുമായി നേരിട്ട് പൂരകമായി നിൽക്കുന്ന കാര്യമാണ് ഇസ്തിഗ്ഫാർ. അപ്പോൾ ഇസ്തിഗ്ഫാർ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഭാഗമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്. എന്നിട്ട് പറയാണ് അവൻ ശദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കും. വല്ലാത്തൊരു ബന്ധാണ് അവിടെ 40-ാം അധ്യായത്തിൽ അല്ലാഹു പറഞ്ഞത്. ഗാഫിരി ദംബാണ് റബ്ബ്. നിങ്ങൾ പാപം ചെയ്തോ കൊടുത്തരും, നിങ്ങൾ തൗബ ചെയ്തോ അത് സ്വീകരിക്കും. എന്നിട്ട് പറയാണ് ഇത് രണ്ടും നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ശദീദുൽ ഇഖാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ് റബ്ബ്. അപ്പൊ നാളെ പരലോകത്തെത്തുമ്പോ ശിക്ഷിക്കപ്പെടുന്ന ഒരാൾക്കും പടച്ചോൻ എന്നോട് ഇങ്ങനെ ചെയ്തു കളഞ്ഞില്ല ഒരാൾക്കും പറയാൻ കഴിയില്ല. കാരണം അവനെ ബോധ്യപ്പെടുത്തും, നീ തെറ്റ് ചെയ്തില്ലേ, ഈ വ്യഭിചരിക്കുന്ന നീ തന്നെയല്ലേ. കാരണം പ്രവർത്തിച്ച പ്രവർത്തനം അങ്ങനെ തന്നെ ഹാജരാക്കും. അതാണ് പരലോകത്തിന്റെ പ്രത്യേകത. നമ്മുടെ പള്ളിയിലും ചുറ്റുഭാഗത്തും CCTV ഉണ്ട്. നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ കണ്ടെത്തിയ TV കൊണ്ട്, വീഡിയോ കൊണ്ട്, സംവിധാനം കൊണ്ട് നമ്മുടെ പ്രവർത്തനം രേഖപ്പെടുത്താൻ നമുക്ക് കഴിയുമെങ്കിൽ ആ വീഡിയോ കണ്ടുപിടിക്കാൻ ആവശ്യമായ ബുദ്ധി നൽകിയ പടച്ചോൻ പറയാണ് എല്ലാം രേഖപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ അത് നമ്മളെ കാണിച്ചു തരും, നമ്മൾ തിന്മ ചെയ്തു. ശരി, ഇത് തെറ്റാണെന്ന് നീ അറിഞ്ഞിരുന്നോ? നിനക്ക് തോന്നിയിരുന്നോ? അതെ. ഇങ്ങനെ തെറ്റ് ചെയ്താൽ പരലോകം ഉണ്ടെന്ന് കേട്ടിരുന്നോ? അതെ. ഇവിടുന്ന് തൗബ ചെയ്താൽ മതി എന്ന് കേട്ടിരുന്നോ? അതെ. നീ എന്ത് ചെയ്തു? അശ്രദ്ധമായി. ഇനി നിനക്ക് നരകം. എന്തു പറയാനുണ്ടാവും?
എന്തു പറയാനുണ്ടാവും? അതുകൊണ്ട് ഒന്നുപോലും ബാക്കി വെക്കാൻ പാടില്ല. അത്രയും ദുർബലരാണ് നമ്മൾ. അങ്ങനെ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുത്താലോ റബ്ബ് സുബ്ഹാനഹു വ തആല മുഴുവൻ പാപങ്ങളും പൊറുത്തു തരികയും അവന്റെ കാരുണ്യം നമ്മുടെ മേൽ ചൊരിയുകയും ചെയ്യും. അതുകൊണ്ട് ആ കാരുണ്യത്തെ സ്വീകരിക്കുന്ന ഈ ഒന്നാമത്തെ സ്വഭാവം സഹോദരീ സഹോദരന്മാരെ നമ്മളിൽ ഉണ്ടാകണം. നമ്മൾ തൗബ ചെയ്യുന്നവരാണ്. തൗബ ചെയ്യാൻ കൂടുതൽ അവസരങ്ങൾ കൊടുക്കരുത്. പലതരത്തിലുള്ള തിന്മകളുണ്ട്. നമ്മൾ വ്യക്തിപരമായി ചെയ്യുന്ന തിന്മകൾ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട തിന്മയാണെങ്കിൽ പാടുപണിയാണ്. മറ്റൊരാളെ പരിഹസിച്ചു, മറ്റൊരാളെ കുറിച്ച് ഗീബത്ത് പറഞ്ഞു, നമീമത്ത് പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വൃത്തികെട്ട പ്രവർത്തനങ്ങൾ വെച്ച് വഞ്ചിക്കാൻ ശ്രമിച്ചു, അതോ നമ്മിൽ നിന്ന് വിട്ടു. അതോടുകൂടി മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് അവരെ നമ്മൾ നേരിട്ട് കണ്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഖൂലു ഖൗലൻ സദീദാ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചിട്ടാ പറയുന്നത്. വഖൂലു ഖൗലൻ സദീദാ, നിങ്ങൾ നല്ലത് പറയണം, നല്ലത് പറയണം. അതുകൊണ്ട് ബാധ്യതകൾ, നമ്മൾ പള്ളിയിലേക്ക് ഒരു പടച്ചോനെ ഇവിടുന്ന് ഈ പള്ളിന്റെ ഗേറ്റുകൾ തിരിച്ചു പോകുമ്പോ കുറെ പാപമായിട്ട് പോകാൻ തൗഫീക്ക് തരല്ല പടച്ചോനെ നമ്മൾ പറയേണ്ടത്. നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോ കല്യാണം കഴിഞ്ഞപ്പോൾക്ക് ഒരു 10 ഈബത്ത്, 2 കളവ്, 2 പരിഹാസം, എന്താ ഭക്ഷണം കഴിച്ചതുപോലെ വ്യത്യസ്ത വിഭവങ്ങളുമായി തിരിച്ചു പോകാൻ നമുക്ക് പാടില്ല. അതുകൊണ്ട് സംസാരം വലിയ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് തൗബ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കരുത്. എന്നാലും മനുഷ്യർ എന്നതിലേക്ക് അബദ്ധങ്ങൾ വന്നുപോകും. അതറിയുന്നവനാണ് റബ്ബ്, അവൻ നമുക്ക് പുറത്തു തരും. രണ്ടാമത്തേത് അൽ ആബിദൂൻ, സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആളുകളുടെ രണ്ടാമത്തെ സ്വഭാവം അവർ ആബിദീങ്ങളായിരിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് എടുക്കുന്നവരായിരിക്കും. സഹോദരീ സഹോദരന്മാരെ, ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരമാകുന്ന ഇബാദത്തിനെ സമീപിച്ചൊരു രീതി റസൂലുള്ളാഹിക്ക് 2 സന്ദർഭങ്ങളിലായിരുന്നു നല്ല കൺകുളിർ, ഇഷ്ടം, ഇനിയും അങ്ങോട്ട് എത്തണമെന്ന് ഇഷ്ടപ്പെടുന്ന 2 സന്ദർഭം. അതിലൊന്ന് നമസ്കാരം. ഇനി ദുഹറുണ്ടല്ലോ, അസറുണ്ടല്ലോ, ഇനി ദുഹർ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് 2 4 റക്അത്ത് സുന്നത്തുണ്ടല്ലോ. റസൂലുള്ളാഹിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം എന്താ? മുനാജാത്ത്, റബ്ബ് സുബ്ഹാനഹു വ തആലയുമായുള്ള അഭിമുഖ സംഭാഷണം. അതാണ് പടച്ചോനുമായിട്ട് ഇങ്ങനെ വർത്താനം പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുകയാണ്. മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുമെന്നാണ്. ഇങ്ങനെ നമ്മൾ ഇടയിലിരുത്തത്തിൽ കുറേ ആവശ്യം, അല്ലാഹുമ്മഗ്ഫിർലി വർഹംനി വജ്ബുർനി വർസുഖ്നി വഹ്ദിനി വആഫിനി, എന്തെല്ലാം കാര്യങ്ങൾ. നമുക്ക് ആഫിയത്ത് വേണം, നമുക്ക് പാപങ്ങൾ പുറത്തു കിട്ടണം, നമ്മുടെ ന്യൂനതകൾ പരിഹരിക്കണം, നമുക്ക് ഹിദായത്ത് വേണം, നമുക്ക് റിസ്ക് വേണം. അതൊക്കെ പറയാം. അപ്പൊ നമസ്കാരം റസൂലുള്ളാഹി അതിനെ കണ്ടത് അങ്ങനെയായിരുന്നു, ഏറ്റവും ഇഷ്ടമുള്ളത്. അങ്ങനെയാണോ എനിക്കും നിങ്ങൾക്കും? ഇനി ഒരു രക്ഷയും കൂടി ഉണ്ടല്ലോ. ചിലർ പറയും, ചിലർ പറയാതെ നിലപാടുണ്ടാകും. നേരെ തിരിച്ച് അൽഹംദുലില്ലാഹ് ഉറങ്ങുന്നതിന്റെ മുമ്പ് റബ്ബായിട്ട് സംസാരിച്ചു കഴിച്ചാലോ. ഇപ്പൊ സുജൂദില് രാത്രിയാണ്, ചിലപ്പോ രാവിലെ നമ്മൾക്ക് മരിച്ചാനൊക്കെ സാധ്യത ഉണ്ട്. അങ്ങനെ എത്രയോ മരണം കേൾക്കുന്നുണ്ട്. കുറച്ച് സുജൂദിലോ കൂടിന്റെ അവസാനത്തെ രക്ഷയായിരിക്കും. ഇശ കഴിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് ഇനിയുണ്ടല്ലോ 2 റക്അത്ത് റവാത്തിബ്. അങ്ങനെ നമസ്കാരത്തോട്, ഇബാദത്തുകളോട് എന്തെന്നില്ലാത്ത ഒരു താല്പര്യം നമുക്കുണ്ടാകണം. അത് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, നടപടിക്രമങ്ങളാണ്. അങ്ങനെയുള്ളവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി നോമ്പിനെ കുറിച്ചോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ എഴുന്നേറ്റൊന്നും കഴിച്ചിട്ടില്ല. അപ്പോ പലപ്പോഴും വീട്ടിൽ ഭക്ഷണം ഉണ്ടാവില്ല. ആയിഷ, ഇന്ന് എനിക്ക് നോമ്പാണ്, അങ്ങോട്ട് പ്രഖ്യാപിക്കുന്ന നോമ്പ്. ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് നോമ്പ്. കാരണം എന്താ? റബ്ബിന് വേണ്ടി ഭക്ഷണം ഒഴിവാക്കുക, റബ്ബിന് വേണ്ടി വെള്ളം ഒഴിവാക്കുക. അപ്പൊ റബ്ബ് ഇങ്ങനെ കാണില്ലേ? നമ്മൾ 10 മണിക്ക് ഭക്ഷണം കഴിക്കുന്നില്ല, ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നില്ല, വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നില്ല. ആർക്കു വേണ്ടി? റബ്ബിന് വേണ്ടി. അതാണ് അസ്സിയാമു ലീ വ അന അജ്സി ബി. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനതിന് കൂലി കൊടുക്കും. അപ്പൊ നിസ്കാരം അല്ലാഹുവിനുള്ളതല്ലേ? നമുക്ക് 4 മക്കളുണ്ട്, അതിൽ ഒരുത്തൻ റാങ്ക് കിട്ടി, ഓൻ എന്റെ മോനാർന്ന, ബാക്കി 3 നമ്മളെ മക്കളല്ല. അല്ല, ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ്, താല്പര്യം കൊണ്ട് പറഞ്ഞു. അതേപോലെ എല്ലാ ഇബാദത്തും പടച്ചോനുള്ളതാണ്. പക്ഷെ നമ്മൾ നോമ്പ് നോറ്റോല്ലേ എന്ന് പടച്ചോന് നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് ഇബാദത്തുകളോട് എന്തെന്നില്ലാത്ത താല്പര്യം സഹോദരീ സഹോദരന്മാരെ നമുക്കുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ എന്തിന് ഇബാദത്ത് എന്ന ചോദ്യത്തിന് ഉത്തരം കാണണം.
വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സിഹി. ആരെങ്കിലും ശുക്ർ ചെയ്താൽ, നന്ദിയുടെ നിലപാട് സ്വീകരിച്ചാൽ അവൻ അവന് വേണ്ടി തന്നെ, അവൾ അവൾക്ക് വേണ്ടി തന്നെയാണ്. നമ്മൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ പടച്ചോനൊരു പ്രശ്നമില്ല, പടച്ചോനൊരു പ്രശ്നമില്ല. എല്ലാ പള്ളിയിലും ജുമായിട്ട് നിർത്തിവെച്ച് ആരും പള്ളിയിലില്ല, അള്ളാഹ് ഒന്നും സംഭവിക്കില്ല. സംഭവിക്കുക നമുക്ക് മാത്രം. നമ്മൾ എല്ലാവരും ഇബാദത്ത് ചെയ്താൽ അള്ളാഹുവിന്റെ ഇസ്സത്ത് ഉയരുന്നില്ല. നമ്മൾ എല്ലാവരും ഇസ്ലാം വിട്ടു പോയാൽ അള്ളാഹുവിന്റെ ഇസ്സത്ത് താഴുന്നുമില്ല. ഓരോരുത്തർക്കുമാണ് സബ്ഹലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശഭൂമികളുള്ളത് മുഴുവനും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. അക്കൂട്ടത്തിൽ ഒരു മനുഷ്യൻ പുറത്തിരുന്ന പടച്ചോൻ എന്താ? അപ്പൊ അതുകൊണ്ട് നമുക്കാണ് നന്മ തിന്മകൾ മനസ്സിലാക്കാനുള്ള കഴിവ് റബ്ബ് നൽകിയത്. അതുകൊണ്ടാണ് നമുക്കാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഒരു മരത്തെ കണ്ടപ്പോ പറഞ്ഞു, ഓ ഈ മരത്തിലൊക്കെ എന്തൊരു സൗകര്യമാണ്, വിചാരണയില്ലല്ലോ. ഈ അബൂബക്കറിന് വിചാരണയുണ്ടല്ലോ. ആരാ ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെയും പ്രവേശിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അനുവാദം കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സിദ്ദീഖുൽ അക്ബറിന്റെ പേടിയാ വിചാരണയെ. മരക്കാവുമ്പോ മുറിച്ചു കഴിഞ്ഞു പരലോകായ മരത്തിന് പ്രശ്നമില്ലല്ലോ, പക്ഷെ മനുഷ്യൻ അങ്ങനെയാണല്ലോ. അപ്പൊ സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ഒരു യാത്രയിലാണ്. അത് നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിൽ നമ്മളൊരു യാത്രയിലാണ്. ആ യാത്ര മലക്കുൽ മൗത്ത് വരുന്നതോടുകൂടി ആ യാത്രയുടെ 1-ാം ഘട്ടം കഴിഞ്ഞു. അമല് ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു. ഇനി മാർഗം. അത് കഴിഞ്ഞാൽ യാത്രയുടെ ഇടത്താവളത്തിലേക്ക് ആഖിറത്തിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഖുർആൻ പഠിപ്പിച്ച ബർസഖ്. ആൾക്കാർ പറയും ഖുർആനിൽ ഖബർ ജീവിതം ഉണ്ടോ? ഖുർആനിൽ ഖബർ ജീവിതം ഉണ്ട്, പഠിച്ചാൽ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ആ ബർസഖിൽ കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അടുത്ത ലോകത്തേക്ക് പോകണം. ആ യാത്രയിലാണ് നമ്മൾ എന്ന നിലക്ക് ആ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആവശ്യമായ ഒരുക്കങ്ങൾ നമ്മളിൽ ഉണ്ടാകണം. ആ ഒരുക്കങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്തുകൾ ചെയ്യുക എന്നത്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമാകണം ഇബാദത്തുകൾ. അതിലേറ്റവും പ്രധാനമാണ് നമ്മുടെ ജീവിതം ഇസ്ലാമികമാവുക എന്നത്. ഒരാളുടെ ജീവിതം ഇസ്ലാമികമാവുക, നല്ല സമാധാനമായിരിക്കും ജീവിതം ഇസ്ലാമായാൽ. നോക്കൂ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ആ കാര്യങ്ങൾ പറയുന്നത് നാട്ടുകാരെ കേൾപ്പിക്കാനല്ല, നമ്മളെ കേൾപ്പിക്കാനല്ല. ഞാൻ പറയുന്നത് എന്നോടും കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കാണ് കുറച്ച് ചോദ്യങ്ങൾ, ചില ഉത്തരങ്ങൾ. അങ്ങനെയാണോ നമ്മൾ? ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രി നിസ്കാരം നിർബന്ധമാണ്. ഏതുപോലെ നമുക്ക് ഈ ജുമ നിർബന്ധമാണെന്നതുപോലെ, വരാനിരിക്കുന്ന അസർ നിർബന്ധമാണെന്നതുപോലെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രി നമസ്കാരം നിർബന്ധമാണ്. നമുക്കോ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് നമസ്കാരവുമാണ്. അപ്പൊ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഷഹാദത്ത് ചൊല്ലുന്ന, റസൂലുള്ളയെ സ്നേഹിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ലാത്ത നമ്മൾ എങ്ങനെയാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്, നിങ്ങൾ എന്നെ പിൻപറ്റുവിൻ. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചാൽ, പിൻപറ്റിയാൽ, അനുധാവനം ചെയ്യാൽ അല്ലാഹുവിന്റെ ഇഷ്ടം നമുക്ക് കിട്ടും. അപ്പൊ റസൂലുള്ളയെ പിൻപറ്റണം. എന്റെ ചോദ്യം, നമ്മുടെ ചോദ്യം, മരിച്ചു പോകണല്ലോ. മരിച്ചു പോയാൽ മാത്രം പോരാ. നമ്മളൊരു യാത്ര പോകുമ്പോൾ ഒരു അപകടം പറ്റിയെന്ന് വിചാരിക്കുക. അല്ലാഹു എല്ലാ അപകടങ്ങളും നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സങ്കല്പിക്കുക, ആ അപകടത്തില് 2 ആൾ മരിച്ചു. നമ്മുടെ വീട്ടിലെ 2-3 ആൾക്ക് പരിക്ക് പറ്റി, നമുക്കൊന്നും പറ്റില്ല. നമ്മൾ എന്ത് ചെയ്തു? ഏതായാലും കല്യാണം മുടക്കാൻ പറ്റില്ല. നമ്മൾ അടുത്ത ഓട്ടോറിക്ഷ കല്യാണത്തിൽ 2 ആളെ മരിച്ചെടുക്കുന്നുണ്ട്, 2 ആൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അയാളൊരു മനുഷ്യനാണ്. സ്വന്തം വീട്ടില് 2 ആള് മോർച്ചറിയിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയൊക്കെ കിടക്കുമ്പോൾ 2 ആള് പരിക്കേൽക്കും, ഒരു കല്യാണത്തിന് പോവാ. അതുപോലെ നമ്മളെ ചില മനുഷ്യന്മാർ രാവിലെ നമുക്ക് ഇങ്ങോട്ട് എണീക്കും, ഒരൊറ്റ പോകാൻ സുബൈക്ക് നമ്മളൊക്കെ ആൾക്കാരാണ്. ആരും ഇത് മക്കളെ സുബൈക്ക് വിളിക്കൂല, ഭർത്താവിനെ വിളിക്കൂല, ഭാര്യനെ വിളിക്കൂല, പുതിയാപ്പിളിനെ വിളിക്കൂല. അത് യഥാർത്ഥത്തിൽ സ്നേഹമാണോ? എന്താ സുബൈയുടെ പ്രത്യേകത? മൻ സ്വല്ലാ സ്വലാത്ത സുബ്ഹ് ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്. ആരെങ്കിലും സുബ്ഹ് നമസ്കരിച്ചാൽ അവർ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ്.
നിങ്ങൾക്കറിയുമോ, സുബഹ് ജമാഅത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുബഹ് ജമാഅത്ത് വെള്ളിയാഴ്ചത്തെ സുബഹിയാണ്. ഇന്നത്തെ സുബഹിയാണ്. എല്ലാ സുബഹ് ജമാഅത്തിനും വലിയ കൂലിയാണ്. പക്ഷെ വെള്ളിയാഴ്ചത്തെ സുബഹി, ഇന്ന് രാവിലെ ഒരു സഹോദരനെ പരിചയപ്പെട്ടു. അദ്ദേഹം 3 മണിക്കാണ് നാട്ടിലെത്തിയത്. അദ്ദേഹം ഉറങ്ങിയില്ല. സുബഹി കഴിഞ്ഞു ശേഷമാണ് അദ്ദേഹം ഉറങ്ങാൻ പോകുന്നത്. അല്ലാഹു അദ്ദേഹത്തിന് ബറക്കത്ത് കൊടുക്കുമാറാകട്ടെ. സുബഹി കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. സ്വാഭാവികമായിട്ട് പറഞ്ഞാൽ ആ പ്രാധാന്യം. ഇനി സഹോദരങ്ങളെ, സുബഹ് ജമാഅത്തും ഇശ ജമാഅത്തും രണ്ടുകൂടി നമുക്ക് കിട്ടിയാൽ റസൂൽ പറഞ്ഞു, രാത്രി മുഴുവൻ നമസ്കരിച്ച കൂലി. രാത്രി മുഴുവൻ നമസ്കരിച്ച കൂലി. കാരണം 950 അഥവാ 1000 കൊല്ലം ആയുസ് കൊടുത്ത നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹം പോകുന്ന, അവിടുത്തെ വിശ്വാസികൾ പോകുന്ന അതേ സ്വർഗമാണ് എനിക്കും നിങ്ങൾക്കും. നമുക്കോ 100 തികഞ്ഞാൽ പിന്നെ 10 പേരായി. 101 വയസ്സിലേക്ക് പ്രവേശിക്കുക 10 കോട്ടൊക്കെ വന്നാളെ 100 കഴിഞ്ഞാൽ തന്നെ. അപ്പൊ ഈ ചെറിയ ആയുസ്സിൽ റസൂലുള്ളാഹിയുടെ ഉമ്മത്തിന് പടച്ചോൻ വമ്പിച്ച ആനുകൂല്യങ്ങൾ കൊടുത്തു. ഓരോ നന്മ ചെയ്താലും ചുരുങ്ങിയത് 10 കൂലി. അതിൽപ്പെട്ട ഒന്നാണ് ഇശ ജമാഅത്ത്. അങ്ങനെയുള്ള ഒരാള് രാത്രി ഇശ ജമാഅത്ത്, പടച്ചോനെ ഇശ ജമാഅത്ത് ഒഴിവാക്കാൻ പാടില്ല. സലാം വീട്ടിലുണ്ടാവും, വേഗം വന്നു ജമാഅത്ത് കിട്ടി, ഇനി സുബഹിയോട് കിട്ടണം. ഇങ്ങനെ നമ്മുടെ കാര്യത്തിൽ ഒരു ജാഗ്രത. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് മുമ്പ് ജീവിതം ആരംഭിച്ചിരുന്നു. നമ്മുടെ ചോദ്യം, നമുക്ക് എന്തുകൊണ്ടത് സാധ്യമല്ല? നമ്മുടെ വീട്ടുകാർക്ക് എന്തുകൊണ്ടത് സാധ്യമല്ല? നമ്മുടെ വീട്ടിലൊരു മരണം സംഭവിച്ചു എന്ന് വിചാരിക്കുക. മരണം സംഭവിച്ചാൽ ചില ആൾക്കാർ അങ്ങനത്തെ ഉദാഹരണം പറയുന്നത് ആൾക്കാരെ പേടിപ്പിക്കുക. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ വീട്ടിൽ മറ്റ് സാധാരണ വർത്തമാനങ്ങൾ പറയുന്നത് പോലെ റസൂലുള്ളാഹിയും സ്വഹാബത്തും റളിയല്ലാഹു അൻഹും അവർ മരണാനന്തര കാര്യങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹി ചോദിച്ചു, ആയിഷ, ഞാൻ ആദ്യം മരിക്കുകയാണെങ്കിൽ, റസൂലുള്ളാഹിക്ക് അറിയില്ല ആദ്യം ആരാ മരിക്കുക, നീ ആദ്യം മരി, ആരാണ് മയ്യത്ത് കുളിപ്പിക്കാൻ വരെയുള്ള ചർച്ച ആ വീട്ടിൽ നടന്നിട്ടുണ്ട്. അപ്പൊ വാപ്പ മക്കളെ, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്റെ മയ്യത്ത് നിസ്കരിക്കുവോ? അല്ലെങ്കിൽ പെണ്ണുങ്ങൾ മയ്യത്ത് നിസ്കരിക്കാതെ നിങ്ങളെ എന്റെ പെൺമക്കളൊക്കെ നിസ്കരിക്കാതെ തന്നെ വിടുവോ? കാരണം ചില നാട്ടിലൊക്കെ ഉണ്ട് ഒരു അന്ധവിശ്വാസം, പെണ്ണുങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. ഔദു ബില്ലാഹ്. സ്വഹാബി മരിച്ചപ്പോ ആയിഷ പറഞ്ഞു, ഈ വഴിക്ക് കൊണ്ടുവരണേ, ഈ വഴിക്ക് കൊണ്ടുവരണേ. എന്തിന്? ഞങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ. പള്ളിയിലേക്ക് പോകുന്ന വഴി, ഖബർസ്ഥാനിലേക്ക് പോകുന്ന വഴി ഈ വഴിക്ക് കൊണ്ടുവരണേ. അപ്പോ പെണ്ണുങ്ങളെ ദുആ വേണ്ട ചില നാട്ടിലെ ആചാരം. പെണ്ണുങ്ങളാരും സ്വന്തം മോള് പിന്നെ അല്ലാഹു ഗഫൂർ ലഹു വർഹമഹു ദുആരക്കാണ്ട് മയ്യത്തെടുക്കുക. കുറെ ആൾക്കാർ വരും, പാടില്ല എന്ന് പറയാൻ. അവരോട് പാടില്ല, ഞങ്ങളുടെ വീടായി, ഞങ്ങളെ വാപ്പായി കിടക്കുന്നത്, മയ്യത്ത് നിസ്കരിക്കാൻ ഞങ്ങളാ തീരുമാനിക്കാൻ ഉറച്ചു പറയാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മയ്യത്ത് എടുത്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് സുബഹിക്ക് മുമ്പ് ജീവിതം ആരംഭിക്കണം. അത് നമ്മുടെ വീട്ടിൽ ചർച്ച ചെയ്യണം. അപ്പൊ നിന്ന് ഖുത്ബ കേട്ട് നമ്മളെ വീട്ടിൽ പ്രാവർത്തിയാക്കി. എന്താ നമ്മളങ്ങനെ പ്രാവർത്തിയാക്കിയില്ലേ? റമളാനില് രാത്രി തറാവീഹ് കഴിഞ്ഞ് അത് കഴിഞ്ഞൊരു ക്ലാസ് കഴിഞ്ഞു, അതും കഴിഞ്ഞ് കുറച്ച് കാര്യമൊക്കെ ചർച്ച ചെയ്തിട്ട് 11 മണിക്ക് കിടന്നുറങ്ങിയ മനുഷ്യന്മാര് 3:30 വീണ്ടും എഴുന്നേറ്റ് നോമ്പ് നോക്കാൻ. പകല് മുഴുവൻ പട്ടിണി കിടന്ന് നമ്മൾ അത് പരിശീലിച്ചവരല്ലേ? എങ്കിൽ അങ്ങനെയൊന്നും അല്ലാത്ത കാലത്ത് എന്തുകൊണ്ട് സുബഹിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ പ്രത്യേകത രാവിലെ എന്ന് പറഞ്ഞു റസൂലുള്ള പഠിപ്പിച്ചത് ഏറ്റവും ബറക്കത്ത് കിട്ടുന്ന സമയമാണ് രാവിലെ സമയം. അതുകൊണ്ട് സ്വഹാബാക്കൾ ദുന്യവിയായ കാര്യങ്ങൾക്ക് പോലും രാവിലെ തെരഞ്ഞെടുക്കുമായിരുന്നു. അതുകൊണ്ട് അകാരണമായി സഹോദരീ സഹോദരന്മാരെ, രാവിലെ കിടന്നുറങ്ങരുത്. രാവിലെ കിടന്നുറങ്ങൽ ഹറാമാവും അല്ല ഞാൻ പറഞ്ഞത്. ക്ഷീണത്തിലൊക്കെ കടന്നുപോകും, ഇത് ഹറാമാണ്. പക്ഷെ ഇത് ഭയങ്കര നഷ്ടമാണ്, അപാര നഷ്ടമാണ്. അതുകൊണ്ട് സുബഹിക്ക് മുമ്പ് നമ്മൾ എഴുന്നേൽക്കണം. നമ്മൾ ആരുടെ പേരിൽ ഷഹാദത്ത് പറഞ്ഞിരുന്നോ, ആരെ പരലോകത്ത് വെച്ച് നേരിട്ട് കണ്ട് കെട്ടിപ്പിടിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുവോ, ആ ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹിക്ക് മുമ്പ് ജീവിതാരംഭിച്ചിരുന്നു. പിന്നെ പള്ളിയുമായുള്ള ഹൃദയബന്ധം, പള്ളിയുമായുള്ള ഹൃദയബന്ധം നമ്മുടെ ഈ ചുറ്റുഭാഗത്തുള്ളവരുടെ കേന്ദ്രമാണ് ഈ പള്ളിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നാടൻ വർത്തമാനം പറഞ്ഞു പോകുന്ന രീതിയിൽ ശബ്ദം പള്ളിയുണ്ടാകരുത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പോലും വളരെ ശബ്ദം കുറച്ചാണ് പള്ളിയിൽ ശ്രദ്ധിച്ചതെങ്കിലൊക്കെ ആൾക്കാർ ഉറക്ക വർത്താനം പറഞ്ഞാൽ ഒരു കുറ്റപ്പെടുത്തണമെന്നല്ല, മറിച്ച് ഈ പള്ളിന്റെ പുറത്തും പള്ളിന്റെ ഉള്ളും അത് വ്യത്യാസമുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന, ഇത് ഇബാദത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട. എന്തൊക്കെയുണ്ട് വർത്താനം, എന്നാ വന്നത്, അങ്ങനെ ചോദിക്കണം.
എന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക്, നമ്മൾ പുറത്തേക്ക് വരും. ഒരാൾ വർത്താനം പറയാൻ തുടങ്ങി, നമ്മൾ പുറത്തേക്ക്. കാരണം അവിടെ ഖുർആൻ ഓതുന്നവരുണ്ട്, നിസ്കരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് പള്ളിയുമായുള്ള ഹൃദയബന്ധം സഹോദരി സഹോദരന്മാരെ, അത് അർശിന്റെ തണൽ നമുക്ക് കിട്ടാൻ കാരണമായി തീരുന്ന പ്രവർത്തനമാണ് പള്ളിയുമായുള്ള ബന്ധം. നമുക്ക് മാത്രം പള്ളിയായിട്ട് ബന്ധം ഉണ്ടായപ്പോൾ ചെറിയ കുട്ടികളെ അടക്കം ചെറുപ്പം മുതൽ, കാരണം അവര് വളരും വരെ നാം ജീവിച്ചിരിക്കുമെന്ന് എന്തുറപ്പാണുള്ളത്. അപ്പൊ അവർക്ക് ഓർക്കണം, വാപ്പാന്റെ ഒപ്പം ഞങ്ങൾ ബൈക്കിന്റെ പിന്നിൽ പോയിരുന്നു, പള്ളിയിൽ പോയിരുന്നു. ഒരിക്കോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വെച്ച് നിസ്കരിക്കുമ്പോ കുട്ടികളെ ഭാഗത്തുന്ന ശബ്ദം, കരച്ചില്. നമ്മളെന്താ പറയാ, ആരെ ഈ ചെറിയ കുട്ടികളെ പള്ളി കൊണ്ടുവന്നു മനുഷ്യന്മാരെ ഈ ഭാഗത്ത് ഇറങ്ങാറാക്കാൻ? അങ്ങനെയല്ല റസൂൽ അറിയോ, ഓതിക്കൊണ്ടിരുന്ന സൂറത്ത് ഒന്നങ്ങ് ചുരുക്കി. റസൂൽ പറഞ്ഞോനെ ആ ഉമ്മന്റെ അവസ്ഥ എന്തായിരിക്കുന്ന റസൂൽ വിചാരിച്ചത്, ആ ഉമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊരു നിസ്കാരം ചുരുക്കി. അതിന്റെ അർത്ഥം എന്താ? എല്ലാവരുടേതുമാണ് പള്ളി, കുട്ടികളുടേതുമാണ് പള്ളി. അതുകൊണ്ട് പള്ളിയിലേക്ക് കുട്ടികളടക്കം, ചില ആൾക്കാർ ഒരു ശരിയായില്ല പറയരുത്, പള്ളിയിൽ വന്നു അതൊക്കെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഇങ്ങനെ നോക്കി നോക്കുന്നു പറയും. മുതിർത്തൊക്കെ പിന്നെ ശരിയാവും, മോനെ ഇതൊക്കെ കണ്ട് വിശേഷം ഉഷാറായിട്ടുണ്ട്, കുറച്ചുകൂടി വെള്ളം അവിടെ ആയാൽ പോസിറ്റീവ്. ഇതാണ് BCC, ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറയുന്ന കാര്യത്തിൽ ആ പറയുന്ന കാര്യം പ്രാവർത്തികമാകാൻ ആവശ്യമായ രൂപത്തിലായിരിക്കണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. കേൾക്കുന്ന ആൾക്കൊരു സന്തോഷം, അയാൾ എന്നെ അപമാനിച്ചല്ലോ, അങ്ങനെ പള്ളിയിൽ തന്നെ പോല വെറുതെ ഇങ്ങനെ വർത്താനം പറയും. അങ്ങനെയല്ല, കുട്ടികളൊക്കെ പള്ളിയിൽ വരുന്നതിന് വലിയ കാര്യമാണ്. ഒരു നല്ല സ്വീകരണം കൊടുക്കണം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് അത് ആ രൂപത്തിൽ പള്ളിയുമായുള്ള ഹൃദയബന്ധം നമ്മുടേത് മാത്രമല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിക്കുന്ന പല സഹോദരന്മാരുടെയും ഭാര്യമാര് റമദാനിൽ പള്ളിയിൽ വന്നിട്ടുണ്ട്, തറാവി സുന്നത്താണ് എങ്കിൽ എന്തേ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ നമ്മളെ ഭാര്യ പള്ളിയിൽ വന്നാൽ ആകാശത്തിൽ കൊണ്ടുപോകും? പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. നമ്മുടെ ബൈക്കിന്റെ മുന്നിൽ നമ്മുടെ കാറിൽ അവരും കയറി 27 കൂലിട്ടു, 23 22 തരത്തിലെ ഹദീസുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്ത്രീകളെ പള്ളിയിൽ നിർബന്ധിച്ച് പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നൊന്നുമില്ല. പക്ഷേ അവർക്ക് വന്നാൽ വലിയ പ്രതിഫലം കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി ജമാഅത്ത് കഴിയുമ്പോ യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സത്യവിശ്വാസികളായ സ്ത്രീകൾ അവിടെ ഹാജരായിരുന്നു. ഇരുട്ടുകൊണ്ട്, പ്രഭാതത്തിലെ ഇരുട്ടുകൊണ്ട് അവരെ തിരിച്ചറിയുമായിരുന്നില്ല. നമുക്ക് ബുഖാരി മുസ്ലിം ഹദീസുകളിലൊക്കെ ഇത് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുടുംബം പള്ളിയുമായി അഭേദ്യമായ ബന്ധമുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് അടുക്കുന്ന ജീവിത നിലപാട് സ്വീകരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരീ സഹോദരങ്ങളെ, ജീവിതത്തിൽ രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ വളരെ വളരെ പ്രധാനമാണ്. രാവിലത്തെ ദിക്റുകൾ നമ്മൾ ജമീൽ ആപ്പിൽ പോയി, നമ്മുടെ ഫോണിൽ പ്ലേ സ്റ്റോറിൽ പോയി ജമീൽ ഒരു ആപ്പ് നടിച്ചാൽ ജമീൽ ആപ്പ് വരും. ഇതിന്റെ പ്രത്യേകത, നമ്മൾ ചൊല്ലേണ്ട ദിക്റുകള്, ദുആകള്, ഉംറ, അങ്ങനെ കാര്യങ്ങളൊക്കെ ടെക്സ്റ്റായും വോയിസായും ഒക്കെ സ്വഹീഹായ ഖുർആനിന്റെയും സ്വഹീഹായ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ തിരിച്ച് ഒരു ആപ്പ്, ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം. അതിൽ പോയാൽ നമുക്ക് അദ്കാർ സ്വബാഹ് ഞെക്കൽ കൊടുത്താൽ അദ്കാർ സ്വബാഹ്, രാവിലെ ചെല്ലേണ്ട ദിക്റ് ഹർക്കത്തിട്ടിട്ട് കാണാം. അതിന്റെ താഴെ നേരെ അർത്ഥവും കാണാം. മൊത്തം നമ്മൾ ഒരു അരമണിക്കൂറിനുള്ളിൽ പ്രധാന ഭാഗങ്ങളൊക്കെ ചൊല്ലി ചെയ്യും രാവിലത്തെ ദിക്റ്. അതേപോലെ തന്നെ വൈകുന്നേരത്തെ അവിടുത്തെ ദിക്റ് ഏറ്റവും ഉത്തമം സുബഹി കഴിഞ്ഞ ഉടനെ ചെല്ലൽ, വൈകുന്നേരത്തത് അസർ കഴിഞ്ഞ് ഉടനെ ചെല്ലൽ. ഈ അദ്കാർ ഇന്ന് ജുമഅക്ക് വന്ന നമ്മൾ ചെല്ലുന്നില്ലെങ്കിൽ അതിന് ന്യായമുണ്ട്. അതിന്റെ കാരണം എന്താണ്? എനിക്ക് അദ്കാറൊന്നുമില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുന്നതാണ്. അങ്ങനെയല്ലല്ലോ. പലപ്പോഴും അജ്ഞത, അങ്ങനെയൊന്നുണ്ടോ, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല എന്നായിരിക്കും ചില ആൾക്കാർ പറയാം. ആ ചെല്ലണമെന്നുണ്ട്, പക്ഷെ സമയം കിട്ടാറില്ല. പക്ഷേ നമുക്ക് അസർ നിസ്കരിച്ചോടനെ പോകണം. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ ഈ പറയുമ്പോഴൊക്കെ തീരെ ആർക്കവിടെ സമയം? ഏറ്റവും കൂടുതൽ തിരക്കുള്ള നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമയമുണ്ടായിരുന്നു. ഈ ഒരു വിദ്യാർത്ഥിയാണോ? നീ ഒരു തിരക്ക് പിടിച്ച കച്ചവടക്കാരനാണോ? സുബഹി ദിക്റൊക്കെ ചൊല്ലി നീ കാറിൽ കയറി നിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്താ പണി? ആ ദിക്ർ പൂർത്തിയാക്കണം.
അത് കഴിഞ്ഞ് നീ 1 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന എന്താ പണി? പുറത്തൊക്കെ നോക്കി കണ്ടതെന്ന് വീണ്ടും കാണുക. വിക്രല്ലണം. കളവ് പറയുകയാണ് ആളുകൾ, കളവ് പറയുകയാണ്. സമയമില്ലെന്ന്. സമയമുണ്ട്. ബസ്സിൽ കമ്പി പിടിച്ച് നിൽക്കുമ്പോ വിക്ർ പൂർത്തിയാക്കാൻ പറ്റും. അതുകൊണ്ട് രാവിലത്തെ വിക്രും വൈകുന്നേരത്തെ വിക്രും വേറെ തന്നെ ഒരു വിഷയമാണ്. അത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ബറക്കത്ത് ചെറുതല്ല സഹോദരി സഹോദരന്മാരെ. അല്ലാഹുവേ, ഈ ദിവസത്തെ ഖൈറിനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഞാൻ നിന്നോട് കാവൽ തേടുന്നു ഈ ദിവസത്തെ ശർറിൽ നിന്ന്. ഇത് ചെല്ലാത്ത ഒരാൾ ഒരു അപകടത്തിൽ ചെന്ന് പെട്ടാൽ പടച്ചോൻ എന്ന് രാവിലെ ഇങ്ങനത്തെ ഷർറൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി മനസ്സിലേക്ക് വരില്ല സ്വാഭാവികമായും. അതുകൊണ്ട് ദിക്റുകൾ, നമ്മളൊരു വണ്ടിയിൽ പെട്രോൾ എന്തായിരിക്കും എത്ര തിരക്കാണെങ്കിൽ വേഗം അവിടെ പെട്രോൾ പമ്പ് കയറ്റിയിട്ട് പെട്രോൾ അടിക്കും. ഇതുപോലെയാണ് മറ്റൊരർത്ഥത്തിൽ വണ്ടി മുന്നോട്ട് പോകാൻ നമ്മൾ ചെയ്യേണ്ട ദിക്റുകൾ, അത് കാറുകൾ. സഹോദരി സഹോദരൻ, നമ്മുടെ മാത്രമല്ല നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മളെ പറ്റി ചിന്തിക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും ഉടൻ തെരഞ്ഞു. നിങ്ങൾ ആർക്ക് വേണ്ടിയായി കച്ചവടം ചെയ്യുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയായി? മക്കൾ ദീന്റെ കാര്യത്തിൽ മാത്രം, മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഒരു കോഴ്സിന് ചേർത്തണം, ഒരു ഡോക്ടറെ കാണിക്കണം, ഒരു ഭക്ഷണം കൊടുക്കണം, ഒരേ പുറത്തുണ്ടോണം. പക്ഷെ ദീന്റെ കാര്യത്തിൽ മാത്രമല്ല. ഒരിക്കലും ശരിയല്ലത്. അവരോടുള്ള ഏറ്റവും വലിയ സ്നേഹം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം ദീനിയായ ശിക്ഷണമാണ്, മതപരമായ ശിക്ഷണമാണ്. അത് വാപ്പാനടുത്ത് കിട്ടേണ്ടതുണ്ട്, ഉമ്മാന്റെ അടുത്ത് കിട്ടേണ്ട അവിടെ തന്നെ കിട്ടണം. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, കുടുംബസമേതം നമ്മൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നോ അതൊക്കെ. ചില ആൾക്കാർ കുടുംബ ഗ്രൂപ്പിലല്ലടും, തീര് മാത്രം കുടുംബത്തിലൊരു മുതിർന്ന ഒരു വാപ്പ. ഇന്ന് എല്ലാവരും സൂറത്ത് കഹ്ഫ് ഓതി ഒറ്റ ചോദിച്ചു. ആ കുടുംബ ഗ്രൂപ്പിലല്ല, ശരിയാട്ടോ. അപ്പോ സ്വാഭാവികമായ ചർച്ചകൾ ഉള്ളിൽ ദീനിയായ കാര്യങ്ങൾ കൂടി. ഇന്നെല്ലാരും സൂറത്ത് കഹ്ഫ് ഓതി പലരും ഓതാൻ തയ്യാറാവും. അതുകൊണ്ട് സഹോദരൻ, ദീനൊന്ന് വേറെ. വാപ്പ മരിച്ചാൽ കുറച്ചു ദിവസം പള്ളിയിൽ തന്നെ, പിന്നെ അമ്മ മരിക്കണം. അങ്ങനെ മരണവുമായിട്ട് ബന്ധപ്പെട്ടല്ല. നിക്കാഹിന്റെ സമയം പിന്നെ പള്ളിയിലൊന്നും അടുത്തുകൂടാം, അങ്ങനെയുമല്ല. നിങ്ങൾ പൂർണ്ണമായും ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ട് ഇസ്ലാം മുഖ്യമായ ജീവിതത്തിന്റെ മുഖ്യ അജണ്ടയായി ഇസ്ലാമിനെ കാണാൻ. എന്നാൽ ഇതൊന്നുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഒന്ന് നമ്മൾ സംഭവിച്ചാൽ അതെന്താണ്? അതാണ് ഇസ്ലാമും മറ്റു മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഒരു കാര്യം, റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രം കൊടുക്കേണ്ടത്. റബ്ബല്ലാത്തവർക്ക് കൊടുത്തോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ യാ അയ്യുഹന്നാസ്, ജനങ്ങളെ ഉദാഹരണം ഇതാ വിവരിക്കപ്പെടാൻ പോകുന്നു. ഫസ്തമിഉ ലഹു, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ലൻ യഖ്ലുഖൂ ദുബാബ, അവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിച്ചിട്ടില്ല. അവർ സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ പടച്ചോന് പുറമെ ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ ഈസാ നബിയെന്ന് പറഞ്ഞിട്ട് ഈസാ നബി ജീവിച്ചിരിക്കുന്നുണ്ട്. ഈസാ നബി ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല റഫഅ അല്ലാഹു ഇലൈഹി, ക്രൂശിച്ചിട്ടുമില്ല, കൊന്നിട്ടുമില്ല. ഖുർആൻ വ്യക്തമായി പറയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ആകാശലോകത്ത് ആരുണ്ട്? ഈസാ നബി അലൈഹി ഇസ്ലാമുണ്ട്. പക്ഷേ അവിടുന്ന് ഇങ്ങോട്ട് കാണാനോ കേൾക്കാനോ, നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ കേൾക്കാനോ കാണാനോ സാധ്യമല്ല. അതുകൊണ്ടാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പരലോകത്ത് വിചാരണ ചെയ്യുന്ന രംഗം 5-ാം അധ്യായമായ സൂറത്ത് മാഇദന്റെ അവസാന ഭാഗത്തുണ്ട്. ചോദിക്കും, യാ ഈസാ, നീ പറഞ്ഞിരുന്നോ അൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി, നിന്നെയും എന്നെയും എന്റെ ഉമ്മയെയും ആരാധിച്ചു നീ പറഞ്ഞിരുന്നോ? സുബ്ഹാനല്ലാഹ്, പടച്ചോനെ നീ മഹാപരിശുദ്ധൻ. ഞാൻ എന്താ പറഞ്ഞത് നിനക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞത് നിന്നെ ആരാധിക്കാനാണ്. അപ്പൊ ആലോചിച്ചു, ക്രൈസ്തവർ മൊത്തം വിളിച്ചു പ്രാർത്ഥിച്ചവർ മൊത്തം അപകടത്തിലേക്ക് പോകുന്നു. ഈസാ നബി അലൈഹി ഇസ്ലാം നിഷേധിക്കുന്നു. അപ്പൊ ഇപ്പൊ ഒരാള് ഈസാ നബിയെ കാക്കണേ എന്ന് വിളിച്ചാൽ ഈസാ നബി കേൾക്കൂല. ഏത് ഈസാ നബി അലൈഹിസ്സലാം? ജീവിച്ചിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാമിനെയാണ് ബഹുമാന്യരായ ക്രൈസ്തവർ വിളിക്കുന്നത്. കേൾക്കില്ല. അതുകൊണ്ട് എല്ലാം കേൾക്കുന്നവൻ ആരാ? റബ്ബ് സുബ്ഹാനഹു വ തആല.
എന്ത് ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. എല്ലാം കേൾക്കുന്നവൻ റബ്ബ് മാത്രല്ല, മൊയ്‌ദിഷയും കേൾക്കും. എല്ലാം കേൾക്കുന്നവൻ റബ്ബ് മാത്രല്ല, ബദരീങ്ങളും കേൾക്കും. സിറ്റിയിൽ കുറെ സ്ഥലത്ത് മരിച്ചെടുക്കുന്ന മനുഷ്യന്മാരെ കബർ പൊക്കിണ്ട്, ഓരും കേൾക്കും. കഴിഞ്ഞു കഥ. പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. എന്തേ പ്രശ്നം? ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയേ പറയുക, കാര്യം അവൻ ഏകനാകുന്നു. അല്ലാഹുവിന്റെ സത്തയിൽ, അവന്റെ ഗുണങ്ങളിൽ, അവന്റെ നാമവിശേഷണങ്ങളിൽ അവൻ ഏകനാകുന്നു. സമീ എന്ന വിശേഷണം റബ്ബിന് മാത്രമുള്ളതാണ്. എല്ലാം കേൾക്കുന്നവൻ എന്ന വിശേഷണം ലോകത്ത് മറ്റാർക്കുമില്ല. മൊഹീദ്ദീൻ ഷെയ്ഖേ എന്ന് വിളിക്കണമെങ്കിൽ, ബദരീങ്ങളെ എന്ന് വിളിക്കണമെങ്കിൽ, CMA എന്ന് വിളിക്കണമെങ്കിൽ ആദ്യൊരു വിശ്വാസം അവിടാണ്. ഞാൻ ഇവിടുന്ന് വിളിച്ചാൽ ബദരീങ്ങൾ കേൾക്കും, പിന്നെ വിളിക്കൂലോ. അത് കഴിഞ്ഞു. അത് ബദരീങ്ങളെ തള്ളിപ്പറയുക, അത് ഉഹദീങ്ങളെ തള്ളിപ്പറയുക. അതുകൊണ്ട് അങ്ങനെ തള്ളിപ്പറയുന്ന, മഹാന്മാരെ തള്ളിപ്പറയുന്ന പുത്തൻ വാദങ്ങളുണ്ടോ സുബഹി ജമാഅത്തിന് വന്നിട്ട് ഒരു കാര്യമില്ല. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതാണ് കുട്ടികളോട് പോലും യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, എന്റെ പ്രിയപ്പെട്ട മകനെ നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ ഒന്ന് ശരിയായി കിട്ടണ്ടേ? ശരിയായി കിട്ടണം. അതെന്താ മാർഗം? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഈമാനുള്ളവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വകൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരോടൊപ്പമായിരിക്കണം. ഈ കുറുവ ഭാഗത്തുള്ള സത്യവിശ്വാസികൾ ഒന്നായിട്ടൊന്ന് ഒത്തുചേർന്നിട്ടല്ല. നമുക്ക് നമ്മളെ മക്കളൊന്ന് കാത്തുരക്ഷിക്കേണ്ട. കുട്ടികളൊക്കെ അവസ്ഥ എന്താണ്? ആ കുട്ടിയൊക്കെ ക്ലാസ് വന്നു, അത് സെക്കൻഡറി മദ്രസ പോലെ ഈ 10ാം ക്ലാസ്സും 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഒക്കെ പഠിക്കുന്ന കുട്ടിയൊക്കെ ഒരു ക്ലാസ് വേണം. പെൺകുട്ടികളുടെ കാര്യം പറയേണ്ട വേണം. മോള് പറഞ്ഞിട്ട് കേൾക്കും, ഞാൻ എങ്ങനെ വളർത്തിയ മോളാ, പക്ഷെ കേൾക്കുന്നില്ല. ഇതിന് പരിഹാരമുണ്ടാക്കേണ്ടത് നമ്മളല്ലേ? അതിനെന്ത് വേണം? ഒറ്റ പരിഹാരമുള്ളൂ, അവർക്ക് ദീന് കൊടുക്കുക. പടച്ചോനെ പറ്റി മനസ്സിലാക്കി കിട്ടിയാൽ രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മുടെ ഭാര്യമാർ, നമ്മുടെ കുടുംബം അതിനുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വകൂനൂ മഅസ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരോടൊപ്പമായിരിക്കുക. വജബത്ത് മഹബ്ബത്തി, എന്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു. ലിൽ മുതഹാബ്ബീന ഫിയ്യ, എന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്ന. വൽ മുതജാലിസീന ഫിയ്യ, എന്റെ പേരിൽ പരസ്പരം നമ്മളിങ്ങനെ കൂടിയിരിക്കുക. ഒരാൾ ഹംദുസുല, നമ്മളിപ്പോ ഇന്നത് നമ്മളെ നാട്ടിൽ ഇപ്പൊ ആകെ തിന്മയിലേക്കൊക്കെ പോവാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെ സമൂഹത്തൊന്ന് തിരിച്ചു പിടിക്കണം. നമുക്ക് ഈ അങ്ങാടിയിൽ ജനങ്ങളോടൊന്ന് തൗഹീദ് പറയണം. കല്യാണ രംഗത്തൊക്കെ ആകെ പ്രശ്നം. അതുകൊണ്ട് വിവാഹത്തിന് മുമ്പ് തന്നെ വിവാഹിതരാകുന്ന പെൺകുട്ടികളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ആൾക്കാർ വിവരമില്ലാതെ ജാറത്ത് പോവാണ്. ഖബർ സിയാറത്തല്ല, അത് അനുവദിച്ചതാ. അതൊക്കെ തെറ്റാന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇങ്ങനെ നമ്മൾ കൂടിയിരിക്കുന്നു. അങ്ങനെ കൂടിയിരുന്നത് എന്തിനാ? നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി. അതായിരുന്നു. ഒരു രക്തബന്ധവും ഇല്ലാതിരുന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖും ഉമർ ഖത്താബൊക്കെ. പക്ഷെ രക്തബന്ധമുള്ളതിനേക്കാൾ വലിയ ആദർശബന്ധം അവർ തമ്മിലുണ്ടായത് ദീനിന്റെ പേരിലാണ്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ വിശാലമായ റൂമില്ല, നമ്മുടെ വീട്ടിൽ വിശാലമായ ഹാളില്ലേ, അവിടെ ഒരാളെ വിളിക്കുക, എന്നിട്ട് എന്റെ കുടുംബക്കാരൊക്കെ വിളിക്കുക, നസീഹത്ത് കൊടുക്കുക, ദീനെ പറ്റി നസീഹത്ത് കൊടുക്കുക. എങ്കിലത് പരലോകത്ത് വലിയ വീടുണ്ടാക്കിയ വലിയ കാര്യമായി മാറും. അതുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ നമ്മൾ ആലോചിച്ചും ചിന്തിച്ചും പ്രവർത്തിച്ചും ദീനിയായ ജീവിതം കരുപ്പിടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ വിട പറഞ്ഞു പോയ നമ്മുടെ ഉറ്റവരും ഉടയവരുമായ പലരുമുണ്ട്. അല്ലാഹുവേ, ഈ വെള്ളിയാഴ്ച ദിവസം, ഈ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്തരമായ ഈ ജുമുഅ സമയത്ത് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്ന റബ്ബേ, അവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണമേ. വല്ല തെറ്റുകളും അവർക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ പലരുമുണ്ട്. ജുമുഅക്ക് പോലും പോകാൻ സാധിക്കാതെ ആശുപത്രിയുള്ളവരുണ്ട്. അല്ലാഹുവേ, നീ ശിഫ നൽകണമേ. ശിഫ നൽകാൻ നീ അല്ലാതെ മറ്റാരുമില്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളെയും ഇണകളെയും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, കടമുക്തമായ രൂപത്തിൽ, കടമില്ലാത്ത രൂപത്തിൽ ഈ ലോകത്തോട് വിട പറയാനുള്ള മഹാ തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുത് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.